ഇന്നത്തെ നമ്മുടെ കേക്ക് 1 കിലോ വെയിറ്റുള്ള വാനില കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 4 മുട്ട വെച്ച് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ഒരു കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ട്രാവൽ ചെയ്ത് കൊടുത്തുവിടാനുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബേസിൽ നന്നായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അവർ കൊണ്ടുപോകുന്ന വഴിക്കൊക്കെ കേക്ക് തെന്നി വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ഫസ്റ്റ് ലെയർ വെച്ചു, ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു. നമ്മൾ ഈ ക്രീമിനകത്ത് വാനില എസൻസ് കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ചൊരു ടേസ്റ്റ് വരട്ടെ എന്ന് വെച്ചിട്ട് വേറെ ഫില്ലിങ്സ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാനില കേക്കിൽ പ്രത്യേകിച്ച് ഒരു ഫില്ലിങ്സും വെക്കത്തില്ല. പിന്നെ ഇഷ്ടമുള്ളവർ മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ടേസ്റ്റ് വരട്ടെ എന്ന് വെച്ചിട്ട് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയറും കൊടുത്തു, തേർഡ് ലെയറും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സിറപ്പ് എന്ന് പറഞ്ഞാൽ സാധാ ഷുഗർ സിറപ്പാണ് കേട്ടോ. അപ്പോൾ 3 ലെയറും കൊടുത്തിട്ട് ക്രം കോട്ട് ചെയ്യുന്നുണ്ട്. ക്രം കോട്ട് ചെയ്തതിന് ശേഷം കൂടെ ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്യുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ അവൾ എനിക്ക് കേക്കിൻ്റെ ഓർഡർ തന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൻ്റെ ഇഷ്ടത്തിന് കേക്ക് ഡിസൈൻ ചെയ്തോളാം. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. മോൻ്റെ 7th ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫുട്ബോൾ തീം ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഗ്രീൻ കളറും വൈറ്റ് കളറും കൊടുക്കുന്നത്. പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം എടുത്തിട്ട് അതിൽ ഗ്രീൻ കളർ ആക്കി കൊടുത്തിട്ട് ഒന്നിടവിട്ടാണ് നമ്മൾ ഗ്രീനും വൈറ്റും ആയിട്ട് ക്രീം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിലെ ഭാഗം വൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്, പിന്നെ വിചാരിച്ചു ഗ്രീൻ കളർ കൊടുത്ത് ഫിനിഷ് ചെയ്തെടുക്കാമെന്ന്. അങ്ങനെ അതേ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഫിനിഷ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ഫോണ്ടൻ്റ് വർക്ക്സൊക്കെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഫോണ്ടനിൽ തന്നെയാണ് ഫുട്ബോൾസ് മേക്ക് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഗ്രാസ് കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫോണ്ടനിൽ ഒരു ടീഷർട്ട് കൂടെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്താണ് കേട്ടോ നെയിമും നമ്മൾ വയസ്സും എഴുതി കൊടുക്കുന്നത്. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും കൂടെ വെച്ച് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഫുട്ബോൾ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അറിഞ്ഞിടാത്തവരെ ഒന്ന് കണ്ടു വെക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.